ഇനി ഒരിക്കലും ജീവിക്കുവാൻ ചാൻസ് ഇല്ലാതെ ഏറ്റവും അധികമായി ഉണങ്ങി ചിതറപ്പെട്ട് കിടന്ന ആമേൻ അസ്ഥികുമാരങ്ങൾ നിറഞ്ഞ താഴ്വരയുടെ പരപ്പിൽ നിന്നുകൊണ്ട് പ്രവാചകൻ പ്രവചിക്കുവാൻ തയ്യാറായി. ആമേൻ ആ പ്രവാചക ശബ്ദത്തിങ്ക് അസ്ഥിയോട് വന്നൊട്ടി, അതിന്മേൽ ഞരമ്പ് വന്നു, മാംസം വന്നു, ത്വക്ക് വന്നു, ഏറ്റവും ഒടുവില് ആമേൻ ജീവന്റെ ശക്തിയും അതിന്മേൽ കടന്നു വന്നു. ഒരു മഹാസൈന്യമായി ആമേൻ നിവർന്നു നിന്നു. ദൈവപൈതലെ ആമേൻ മരണകരമായ ആമേൻ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ജീവിക്കത്തില്ലെന്ന് പറയുന്ന, ഇനി ഒരിക്കലും മാറ്റമുണ്ടാകത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഭാരത്തോടെ ആയിരിക്കുന്ന ദൈവപൈതലോട് വചനം പറയുക. നീ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ആത്മശക്തിയോടെ അതിനെ നോക്കി ഒന്ന് പ്രവചിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതിന്മേൽ ജീവന്റെ ശക്തി കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ലാസറിനെ നോക്കി ലോകം പറഞ്ഞു ഇനി ഒരിക്കലും ലാസർ എന്ന് പറയുന്ന വ്യക്തിയെ കാണത്തില്ല. അതുകൊണ്ട് ലാസറിനെ ഒരു കല്ലറയ്ക്കകത്ത് വച്ച് ആമെ കല്ലുകൊണ്ടവർ മൂടി. എന്നാൽ എന്റെ അരിമനാഥ് ആ കല്ലറയുടെ മുൻപിൽ വന്നു നിന്ന് മരണത്തിലായിരുന്ന ലാസറിനെ വിളിച്ചപ്പോ ആ 4 ദിവസമായി നാറ്റം വെച്ച ആ ലാസർ എഴുന്നേറ്റ് ജീവനോടെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി കാലം വിശ്വസിച്ചുകൊണ്ട് ഒരു ദൈവ പൈതൽ അവസ്ഥകളെ നോക്കി ആമെ പ്രവചിക്കുമെങ്കിൽ ലോകം നിങ്ങളുടെ അവസ്ഥയെ നോക്കി മരിച്ചു എന്ന് പറയുമ്പോ, നിങ്ങളുടെ തലമുറയെ നോക്കി ഇനി ഒരിക്കലും അവൻ നേരെ ആവത്തില്ലെന്ന് പറയുമ്പോ, പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരത്തില്ലെന്ന് പറയുമ്പോ, നിങ്ങളുടെ ഉപജീവന മാർഗത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിന് ആമേൻ ഒരു മനുഷ്യനും മറുപടി തരുവാൻ കഴിയത്തില്ലെന്നും അത് തീർന്നു, അത് അസ്തമിച്ചു എന്ന് പറയുമ്പോൾ ആമേൻ എന്റെ കർത്താവിൽ വിശ്വസിക്ക്, എന്റെ ദൈവത്തിന് ചിലത് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളെ തകർന്നു കിടക്കുന്ന കുടുംബ ജീവിതത്തെ നോക്കി ആമേൻ മനുഷ്യർ പറയുന്നുണ്ടാകുക ഇത് ഒരിക്കലും ഇത് നേരെയാവത്തില്ലെന്ന്, ഇതൊരിക്കലും കൂടി യോജിക്കത്തില്ലെന്ന് പറയുമ്പോ ആമേൻ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഒരു ദൈവ പൈതൽ അതിനെ നോക്കി കൽപ്പിക്കുമെങ്കിൽ എന്റെ കർത്താവ് അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. ആമേ വചനം പറയുകയാണ്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ആമേൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി പ്രവചിക്കുവാൻ തയ്യാറാകുക. അങ്ങനെ പ്രവചിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയമാകട്ടെ, ദൈവ പൈതലെ തലമുറയുടെ വിഷയമാകട്ടെ, ഗൃഹനാഥന്റെ വിഷയമാകട്ടെ, നിങ്ങളുടേതായ വിഷയമാകട്ടെ, അതിനകത്ത് എന്റെ ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയുക. അതിനെ ജീവിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുക. അതിനെ മരണകരമായ അനുഭവങ്ങളെ മാറ്റി എന്റെ ദൈവത്തിന് നിങ്ങളെ പുതിയൊരു അനുഭവത്തിലേക്ക് നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ദൈവം അതിനായി നമ്മെ ബലപ്പെടുത്തട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.